ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൂം ക്ലീൻ ചെയ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഡ്രസ്സൊക്കെ കഴുകിയിട്ടിട്ട് മടക്കിയൊന്നും വെച്ചിട്ടില്ല, കട്ടിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ ബുക്സും കാര്യങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കാനും അങ്ങനെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൂമൊന്നും ഇത് തേച്ചിട്ടില്ലാത്തതുകൊണ്ട് എപ്പോഴും പൊടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൂം ഒതുക്കലാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ റൂം ക്ലീൻ ചെയ്യാനായിട്ട് കയറിയത്. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് റൂം ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ റൂം ക്ലീൻ ചെയ്യുകയാണ്. ഒരറ്റത്തുനിന്ന് തുടങ്ങുകയാണ്. ഇങ്ങനെ മടക്കുന്നുണ്ട്, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് ഇതിലെ അലമാരയിൽ വയ്ക്കാനുള്ള തുണികൾ, വീട്ടിൽ നിന്ന് ഡ്രസ്സ്, അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് അടുക്കണം. അപ്പം ഞാൻ ഇപ്പം അടുക്കണത് നമ്മുടെ അലമാരയിൽ വയ്ക്കാനുള്ള ഡ്രസ്സാണ്. സെപ്പറേറ്റ് ആയിട്ടാണ് അടുക്കി വയ്ക്കുന്നത്. പാൻറ്റ്, നമ്മുടെ ഷോള്, ടോപ്പ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ അലമാരയിൽ അടുക്കി വയ്ക്കുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അലമാര വെക്കേണ്ട ഡ്രസ്സുകളെല്ലാം മടക്കി കഴിഞ്ഞേ ഇനി നമുക്ക് വീട്ടിലിരുന്ന ഡ്രസ്സെല്ലാം എടുക്കാം. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇപ്പോൾ രക്ഷയിൽ കിടന്ന തുണികളെല്ലാം വാരി വലിച്ച് തറയിലല്ല കട്ടിലിലോട്ടിട്ട് പിന്നെ ഞാൻ ഓരോന്ന് അവിടെ അടുക്കി വയ്ക്കാൻ തുടങ്ങി. കൂടെ ഓരോ പണി ഇങ്ങനെ തീർത്ത് വരികയാണേ. തുണികളെല്ലാം മടക്കി കഴിഞ്ഞ് നമ്മളെ സെക്ഷൻ ഇവിടെ തീർന്ന് വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സുകളെല്ലാം മടക്കി കഴിഞ്ഞ് അലമാരയിലേക്കുള്ള ഡ്രസ്സുകളെല്ലാം മടക്കി കഴിഞ്ഞ് എല്ലാം കൊണ്ടുവന്ന് അലമാരയിൽ വെക്കണം. അപ്പം ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ജോലി എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെയാണേ. ഇതൊക്കെ മെല്ലെ പൊട്ടാതെ എടുത്ത് വെക്കണം. മേശയ്ക്കാൻ ഫുള്ള് പൊടിയണ്ട. ഇവിടെ നിന്ന് മണ്ണ് പൊടിഞ്ഞ് വീഴുന്നതാണ്. എത്ര തുടച്ചാലും ഇങ്ങനെ തന്നെ. ശരിയാടി പൊക്കിയപ്പോഴത്തേക്ക് ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തൂത്ത് മാറ്റി. ഇനി നമുക്ക് ബുക്സുകൾ അടുക്കിപ്പറക്കി വയ്ക്കാം. ഇതിൻ്റെ അകത്തിരിക്കുന്ന ബുക്സെല്ലാം എടുത്ത് മാറ്റിയാണേ. കാരണം ഇതിൻ്റെ അകത്ത് മൊത്തവും മണ്ണും പൊടിയായിട്ട് കിടക്കുന്നു. ഞാൻ വിചാരിച്ച് ഇതിനകത്തുള്ള മണ്ണും പൊടിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ബുക്സുകൾ അടുക്കി വയ്ക്കുകയാണ്.
അങ്ങനെ മണ്ണും പൊടിയും എല്ലാം തൂത്ത് കളഞ്ഞു. പുസ്തകങ്ങൾ ഓരോന്നായിട്ട് അടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഗൈസ്? ഇതൊക്കെ PSC എഴുതി തളർന്ന ബുക്കുകളാണ്. മുകളിലത്തെ തട്ട് ഇവിടെ ഇരിക്കുന്നത് മൊത്തം സ്കൂൾ ടെസ്റ്റാണേ. ഇവിടെ അല്ലാതെ ഓരോ ക്ലാസ്സുകൾ കണ്ടെഴുതിയിരിക്കുന്ന നോട്ടുകൾ ഞാൻ എടുക്കുന്നത്. ഇതിലൊക്കെ മൊത്തവും പൊടിയായി. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, പേനയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട്. ഇത് ക്ലേ വാർണിഷാണ് ഞാൻ മേടിച്ചത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ടാലിയും ഡാറ്റ എൻട്രിയൊക്കെ പഠിക്കുന്ന ടെസ്റ്റുകളാണ്. കുറേ ടെസ്റ്റുകളുണ്ട്, മൊത്തം ഇംഗ്ലീഷ്. ഇതിപ്പോൾ വെക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു കാര്യം കണ്ടത്. ഞാൻ പണ്ട് വരച്ച പടമാണ്. എൻ്റെ ഇതിന് വയ്ക്കാൻ ഊളൻ ത്രെഡ് നൂല് വേണം. അപ്പം അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൂർത്തിയാക്കാത്തത്. പിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഏതാ വന്നില്ല കേട്ടോ. ഞാനത് മാറ്റുകയാണ്. അങ്ങനെ ബുക്സും കാര്യങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞേ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ലേ ആണേ. എല്ലാം ഒതുക്കി കഴിഞ്ഞ് ഇനി തൂക്കലാണേ. അങ്ങനെ ഞാൻ റൂം ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.